സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്ത് കൺമണിയും കൃഷും അവരുടേതായ ലോകത്ത് കളിച്ചിരികളുമായിട്ട് ഇരിക്കുകയാണ്. ഇതേസമയം അന്ന് പനിയായിട്ട് മാനസ അഭിനയിച്ചതും അതിൻ്റെ പിന്നിലുള്ള സൂത്രം ആൻറ്റിയമ്മയുടേതായിരുന്നു എന്നെല്ലാം കൃഷ് പറയുന്നുണ്ട് കൺമണിയോട്. തനിക്ക് പാവം തോന്നി മാനസയുടെ കൂടെ ഇരുന്നു എന്നും കൃഷ് പറയുന്നുണ്ട് കേട്ടോ. മാനസയെ വേഷം കെട്ടിച്ച് എൻ്റെ അടുത്തേക്ക് വിടുക, എന്നിട്ട് എൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങിപ്പിക്കുക, അതാണ് ആൻറ്റിയമ്മയുടെയും മാനസയുടെയും ലക്ഷ്യമെന്നും കൃഷ് പറയുമ്പോൾ എന്നിട്ട് വിശ്വാമിത്രൻ്റെ മനസ്സ് മാറിയോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. കൃഷ്ണൻ്റെ മുറിയിൽ എന്തോ ഒരു കാര്യം കണ്ട മാനസ ആൻറ്റിയമ്മയെന്ന് വിളിച്ച് അലറി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിക്കണമെങ്കിൽ അവൾ കണ്ടത് അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യമാണ്. അത് കൺമണിയുടെയും കൃഷ്ണനെയും ഫോട്ടോയും മറ്റോ ആകാനാണ് കേട്ടോ സാധ്യത. ഇത് കേട്ട് ആൻറ്റിയമ്മയും മാനസയുടെ അമ്മയും ഓടി ചെല്ലുന്നുണ്ട്. ഇതെന്താ ആൻറ്റിയമ്മ ഞാനീ കാണുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കൃഷ്ണനെ കല്യാണം കഴിക്കും? കൃഷ്ണൻ്റെ ഒപ്പം ജീവിക്കും? വേറൊരുത്തിയെ മനസ്സിലിട്ട് നടക്കുന്ന ആളോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും ആൻറ്റിയമ്മേ? ഞാൻ പോവാണ് ഇപ്പം തന്നെ, എനിക്കിതൊന്നും കാണണ്ട എന്ന് ഇവിടെ നിൽക്കാൻ വയ്യ ആൻറ്റിയമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാനസ. മോളെ മോൾ എന്തായി പറയുന്നത്? ഇത്ര നിസ്സാര കാര്യത്തിനാണോ നീ പിണങ്ങി പോകുന്നത്? നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് മാനസയോടായിട്ട് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നാക്കൂ, കൃഷ്ണനെ മറന്നിട്ട് നിനക്ക് പോകാൻ സാധിക്കുമെന്നും ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വാമിത്രൻ്റെ മനസ്സ് ഇളകിയോന്ന് കൺമണി ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്. ഇളകിയാലേ ഞാനൊരു വരവുണ്ട്, നിങ്ങളെ കൊന്നിട്ടേ ഞാൻ അടങ്ങൂ എന്ന് കൺമണിയും പറയുന്നുണ്ട്. എന്നാൽ ഇളകി എന്നെ കൊല്ലുന്നു ഒന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ. പെട്ടെന്ന് കൺമണി കൃഷ്ണൻ്റെ കഴുത്തിന് പിടിക്കുകയാണ്. കൃഷ്ണാണെങ്കിൽ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോൾ നെഞ്ചിനിട്ട് പതുക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ കൺമണി. പെട്ടെന്ന് വേദന നടിക്കുമ്പോൾ അയ്യോ സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമ്മി കൊടുക്കുകയാണ്. ഇതേസമയം കൃഷല്ല നിൻ്റെ ശത്രു, കൺമണിയാണെന്നൊക്കെ ആൻറ്റിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ മഹിയെ വിളിക്കുന്നുണ്ട് കൃഷ്. എന്തോ പറഞ്ഞപ്പോൾ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണല്ലടാന്നൊക്കെ മഹി തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതേസമയം നെറ്റിയിൽ സ്നേഹത്തോടെ കൃഷ്ണനെ ഉമ്മ വയ്ക്കുകയാണ് കേട്ടോ കൺമണി. പെട്ടെന്ന് നെറ്റിയിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് കൃഷ്. തൽക്കാലം ഇതേ ഉള്ളൂ എന്നും കൺമണി പറയുന്നുണ്ട്. ഇത് കേട്ട് നിരാശയോടെ ഇരിക്കുകയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്.